ഹായ് ഫ്രണ്ട്സ്, കൊളസ്ട്രോൾ അങ്ങ് മാറ്റിയാലോ? 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏത് കൊളസ്ട്രോളും പമ്പ കിടക്കും. ഇതിന് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മരുന്നൊന്നും കുടിക്കണ്ട ബായ്. കൊളസ്ട്രോൾ വരുമോ പേടിച്ച്, അറ്റാക്ക് വരുമോ പേടിച്ചിട്ട് ഭക്ഷണം നിയന്ത്രിച്ച് പേടിച്ച് ബേജാറാവൊന്നും വേണ്ട. ചിലപ്പോൾ നിങ്ങൾ ആ പേടിയേക്കാരം നിങ്ങൾക്ക് അറ്റാക്ക് വരുത്തുക. സിമ്പിളായിട്ട് 5 ഹോം റെമഡീസ് ആദ്യം പറഞ്ഞുതരാം. ഒന്നാമത്തത്, നമ്മളുടെയൊക്കെ വീട്ടിൽ വെള്ളുള്ളി ഇല്ലേ? രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു 3-4 ഇല്ലി വെള്ളുള്ളി നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കും. അധികം വേറൊന്നും കൂട്ടണ്ട, അച്ചാറാക്കൊന്നും വേണ്ട. ചവച്ചരച്ച് വായ കൊണ്ട് സലവയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കൂ. നല്ല കുറവ് വരും. നിങ്ങളൊക്കെ വീട്ടിൽ ഗ്രീൻ ടീ ഇല്ലേ? ചായ കുടിക്കുന്നതിന് പകരം അതാക്കൂ. നല്ല രൂപത്തിൽ കൊളസ്ട്രോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഉലുവ വീട്ടിലുണ്ടോ? അതെടുത്തിട്ട് ഒരു സ്പൂണ് ഉലുവ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിടുക. രാവിലെ നന്നായിട്ട് കുതിർന്നതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് കുടിക്കൂ. ഇണ്ണിപ്പിണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഇണ്ണിത്തണ്ട് എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അത് നന്നായിട്ട് നീരെടുക്കുക, ഒരു സ്പൂണ് വെറും വയറ്റിൽ കുടിക്കൂ. നല്ല മാറ്റം കിട്ടും. അതുപോലെ തന്നെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് കറുവപ്പട്ടല്ലേ? അത് നന്നായിട്ട് അരച്ചിട്ട്, മെഡിസിനൽ വാല്യൂ ഉള്ള കറുവപ്പട്ട കേട്ടോ, അത് നന്നായിട്ട് അരച്ചിട്ട് ഒരു സ്പൂണ് ആക്കിയിട്ട് അതിൻ്റെ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിലാക്കിയിട്ട് കുടിക്കൂ. നല്ല രൂപത്തിൽ നമുക്ക് അങ്ങനെയും മാറ്റം കിട്ടും. നെല്ലിക്ക നമ്മളുടെയൊക്കെ നാട്ടിൽ കിട്ടില്ലേ? അതിൻ്റെ നീര് 2-3 സ്പൂണ് വെറും വയറ്റിൽ ഒരു 15-20 ദിവസം കുടിക്കും. ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാ അറിയോ? അനാവശ്യമായിട്ടുള്ള പേടി ഒഴിവാക്കി വീട്ടിലിരുന്ന് അസുഖം മാറ്റാനാണ്. ഇനിയിപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വരും കേട്ടോ, ഇത് വന്ന ആളുകൾക്ക് കൊളസ്ട്രോൾ കൂടിയാൽ എന്താ ചെയ്യുക, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കളെ, ഞാനൊക്കെ പഠിച്ചതുകൊണ്ട് ഇന്നെപ്പോലെ സാദാ സീത ആയിട്ടുള്ള എൻ്റെ നാട്ടുകാർക്ക് ഉപകാരം കിട്ടണം എന്ന് കരുതിയിട്ട് അതൊക്കെ പറയണത്. അതല്ലാതെ വലിയ ഭയങ്കരമായിട്ട് ബ്ലോക്ക് വന്ന് സർജറി പറഞ്ഞ് നിൽക്കുന്ന ആൾക്ക് ഈ നെല്ലിക്ക കഴിച്ച് മാറ്റാമെന്ന് കരുതിയിട്ടല്ല. നമ്മളിൽ 90% ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാറുന്ന ആളുകളാണ്. ഇതിനാണ് നമ്മൾ വലിയ മരുന്നും കുടിച്ച് പേടിക്കുന്നത്. അതാവണ്ടെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. എനിക്കും അറിയാം ഈ 10% ഇത് മാറില്ല എന്ന്. പക്ഷെ നമ്മളുടെ ഭൂരിപക്ഷം ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നത് ധൈര്യമായിട്ടിട്ടോളൂ. പക്ഷേ ഈ ഒരു കാര്യം മുൻനിർത്തിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാനും കമൻ്റ് ഇടാനും. രണ്ടാമത്തത്, നന്നായിട്ട് വ്യായാമം ചെയ്യുക. നല്ലൊരു ശതമാനം ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ, ഡോക്ടറെ ആ മരുന്ന് കിട്ട് എഴുതിക്കോളി, അത് ഞാൻ ഓൺലൈനിൽ വരുത്തിക്കോളാം, പീടിയിൽ പോയി വാങ്ങുക പോലും ഇല്ല, ഞാനത് ഓൺലൈനിൽ വരുത്തിയിട്ട് ഇരുന്ന് കഴിച്ചോളാം. അതേപോലെ തന്നെ ടി വി കണ്ട് ചിപ്സും മിച്ചറും കുറച്ച് അങ്ങനെ ടി വി കാണും, ഫോണിൽ കമിഴ്ന്നിരിക്കും. ഒന്ന് കാറ്റും വെളിച്ചവും കൊള്ളാതെ, ഒന്ന് വ്യായാമം ചെയ്യാതെ കുത്തിയിരുന്ന് ജോലി ചെയ്യുന്ന ആളാണോ കൊളസ്ട്രോളിനെ ഭയന്നോളൂ. അത്തരം ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഇരുന്ന് ഓടി വ്യായാമം ചെയ്യൂ. അത്തരം ഭയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങ് വ്യായാമം ചെയ്യൂ. ദിവസവും ഒരു 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യൂ. നിങ്ങളുടെ കൊളസ്ട്രോൾ പമ്പ കിടക്കും. ടിപ്പ് നമ്പർ 3, വാരി വലിച്ച് വെട്ടി വിഴുങ്ങി തിന്നുന്നത് ഒഴിവാക്കൂ. തടി കൂടി കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലിൽ ഈ കൊളസ്ട്രോൾ രക്തത്തിൽ കൂടി അത് രക്തക്കുഴലിൽ അടിഞ്ഞു കൂടിയ പ്രശ്നമാണ്. അറ്റാക്ക് ഉണ്ടാവുമോ? ഉണ്ടാവും. വേദന ഉണ്ടാവുമോ? ഉണ്ടാവും. ബ്ലോക്ക് ഉണ്ടാവുമോ? ഉണ്ടാവും. ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? തീറ്റയിൽ കൺട്രോൾ വരുത്തണം. നമ്മളൊക്കെ നാട്ടിൽ ഇപ്പോൾ സമയം 9:30 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം. എൻ്റെ നാട്ടിലിപ്പോൾ ഭക്ഷണം പോയാൽ കിട്ടില്ല. പക്ഷെ കിട്ടും. മന്തി കിട്ടും, അൽഫാം കിട്ടും, ബ്രോസ്റ്റ് കിട്ടും, ഷവർമ കിട്ടും, ഷവായി കിട്ടും, തന്തൂരി കിട്ടും, ഒക്കെ കിട്ടും. ഇങ്ങനെ ആയത് എന്തുകൊണ്ടറിയോ? ഇത് കഴിക്കാൻ ആളുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ കഴിക്കണോണ്ടാണ് ഹോട്ടലുകൾക്കനുസരിച്ച് ഹോസ്പിറ്റലുകൾ കൂടുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിൻ്റെ ലക്ഷണം ഹോസ്പിറ്റലിൽ പോവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും മിടുക്കന്മാരാവുന്നത്, ഞാൻ ഏറ്റവും നല്ല ഡോക്ടറാവുന്നത്, ഞാൻ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ ആശുപത്രിക്ക് വരാതിരിക്കുമ്പോഴാണ്, അല്ലാതെ മരുന്ന് എഴുതുമ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൽ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കൂ. ഇനി പറ്റുന്നത് എന്താ പറഞ്ഞുതരാം, നല്ല ഫൈബറുള്ള സാധനങ്ങൾ കഴിക്കൂ, ഇലക്കറികൾ കഴിക്കൂ, ഓട്സ് കഴിക്കൂ, തവിടുള്ള ഗോതമ്പ് കഴിക്കൂ, തവിടുള്ള റൈസ് കഴിച്ചോളൂ, രായി കഴിച്ചോളൂ. അതുപോലെ തന്നെ നന്നായിട്ട് പച്ചക്കറികളും ഇലക്കറികളും സലാഡുകളും ഫ്രൂട്ട്സും കഴിച്ചോളൂ. ഫ്രൂട്ട്സിൽ 0 കൊളസ്ട്രോളാണ്. ഈ ഫ്രൂട്ട്സ് പറയുമ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ പലപ്പോഴും വിലയുള്ള ഫ്രൂട്ട്സിനെ പറ്റിയാണ് ആദ്യം ആലോചിക്കുക. വിലയുള്ള ഫ്രൂട്ട്സ് കിട്ടണോ കഴിച്ചോട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ സാധാരണ കിട്ടുന്ന പപ്പായയും നമ്മളെ നാട്ടിൽ കിട്ടുന്ന മാങ്ങയും ചക്കയൊക്കെ അങ്ങ് കഴിക്കൂ. ഇതൊക്കെ കഴിച്ചാൽ തന്നെ രോഗം മാറിക്കിട്ടും. നന്നായിട്ട് വെള്ളം കുടിക്കുക. ടിപ്പ് നമ്പർ 4, വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം കുടി എന്ന് പറയുന്ന കള്ളുകുടി ഒഴിവാക്കുക, ലഹരികൾ ഒഴിവാക്കുക. ടിപ്പ് നമ്പർ 5,
സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി നന്നായിട്ട് കിടന്നുറങ്ങുക. ആ സമയത്ത് ഉറങ്ങാതിരിക്കുക, ഭക്ഷണം സമയത്ത് കഴിക്കുക, ആ സമയത്ത് ഉറങ്ങാതിരിക്കുക, എണ്ണകൾ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. ഈ 5 ടിപ്സും ഈ ഹോം റെമഡീസും ചെയ്തിട്ട് കൊളസ്ട്രോൾ മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിവില്ലായിട്ടല്ല, അറിവ് ഉപയോഗപ്പെടുത്തായിട്ടാണ്. നമ്മളുടെ ഓരോ ശ്രമവും കൊളസ്ട്രോൾ കുറയാനാവട്ടെ. സ്നേഹപൂർവ്വം ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.